എനിക്ക് എന്താണെന്നറിയില്ല, വല്യമ്മയുടെ വീട്ടിൽ പോയി കുക്കിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഉണ്ണീനെ നോക്കാൻ അവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്ന് മോർണിംഗ് ഞാൻ എന്താ കുക്കിംഗ് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. ഇന്നൊരു നല്ലൊരു ദിവസമായിരുന്നു. കുറേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അവരവിടെ കിച്ചണിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല സൺലൈറ്റൊക്കെ അടിച്ചിട്ട് നല്ല രസമാണ് അവിടെ ഒന്ന് കുക്ക് ചെയ്യാൻ തന്നെ. അപ്പോൾ രാവിലെ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ദോശയാണ് കേട്ടോ. അതിന് റെഡി ടു കുക്ക് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കടലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു പാത്രത്തേക്ക് മാറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ദോശ ബാറ്റർ ഒഴിക്കാം. കുറച്ച് ഉപ്പിടുണ്ട്. അപ്പോൾ ഇതാ ബാറ്റർ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. സൺലൈറ്റൊക്കെ നേരെ കിച്ചണിലേക്ക് അടിക്കണതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മുകളിൽ നല്ല നെയ്യൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കുറച്ചിങ്ങനെ ഗ്രീൻ പീസിൻ്റെ ഒക്കെ അങ്ങനെ കുറച്ചുള്ളത് കൊണ്ടാണ് ദോശ അങ്ങനെ നന്നായിട്ടൊന്ന് പരത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പരത്തിയിട്ടുണ്ട്. ആദ്യത്തെ ദോശ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തതൊക്കെ ഞാൻ കുട്ടി ദോശയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്തതൊക്കെ കുട്ടി ദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഓംലേറ്റ് കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഉള്ളി, അപ്പോൾ ഉണ്ണിക്ക് ദോശ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഓംലേറ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടി ദോശയും ഓംലേറ്റും സ്ട്രോബെറി കൂടിയിട്ടാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ അന്ന്. അതിനുശേഷം ഞങ്ങൾ പുറത്ത് പോവുക. ഉണ്ണിപ്പോൾ സൈക്കിളൊക്കെ ഓടിക്കാൻ പഠിച്ചപ്പോൾ ഭയങ്കര സ്പീഡിലാണ് സൈക്കിൾ ഓടിക്കുക. അപ്പോൾ എനിക്ക് തന്നെ പേടിയാണ് അവൻ്റെ ഓടിക്കൽ കണ്ടിട്ട്. അപ്പം അങ്ങനെ അവൻ്റെ ഹെൽമെറ്റ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയതാണ് കേട്ടോ. ചെന്നതും ഞങ്ങൾ ഹെൽമെറ്റാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. കുറേ സാധനങ്ങളുണ്ടായിരുന്നു അവിടെ. ടോയ്സ്, സൈക്കിള്, സ്കേറ്റിംഗ്, അങ്ങനെ പിന്നെ ജിമ്മിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹെൽമെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് മേടിക്കാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഹെൽമെറ്റൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സൈക്കിളൊക്കെ കണ്ടപ്പോൾ ഉണ്ണിക്ക് ചെറിയ സൈക്കിളായിരുന്നു, 3 വീലുള്ള സൈക്കിളായിരുന്നു. അവൻ അവിടെ ചെന്നിട്ട് തന്നെ ഈ ഒരു സൈക്കിൾ എടുത്തിട്ട് തന്നെ ഓടിക്കാൻ തുടങ്ങി കേട്ടോ. അത് കണ്ടപ്പോൾ ഞാനും വലിയച്ഛനും ഭയങ്കര ഷോക്കായി. അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ഓടിക്കുന്നത് കണ്ടപ്പോൾ നല്ല ഹാപ്പി ആയിട്ടോ ഞങ്ങൾ. അപ്പോൾ വലിയച്ഛൻ അവന് ഈ സൈക്കിളും കൂടി മേടിച്ചു കൊടുത്തു. അത് അങ്ങനെ പ്രതീക്ഷിക്കാണ്ട് മേടിച്ചതാണ് കേട്ടോ സൈക്കിള്. ഒരു ചെറിയ സൈക്കിളാണ്, പക്ഷെ കണ്ടോ എത്ര നന്നായിട്ട് അവൻ ഓടിക്കുന്നത്. 3 വീൽ ഓടിച്ചിട്ടുണ്ടായിരുന്ന ആൾ ഇപ്പോൾ അത് ഓടിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ഞങ്ങൾ ആകെ ഷോക്കായിട്ട് അങ്ങനെ ആ സൈക്കിളും കൂടി മേടിച്ചു. ഒരു ഹെൽമെറ്റ് മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു കേട്ടോ. ഉണ്ണി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സൈക്കിള് കണ്ടപ്പോൾ. പിന്നെ ആള് സൈക്കിളിൽ തന്നെയാണ്, പിന്നെ ഹെൽമെറ്റൊക്കെ വെച്ച് കൊടുത്ത് കുറേ ഇങ്ങനെ ഓടിച്ച് കളിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഉച്ചയ്ക്ക് വന്നപ്പോൾ ഞാൻ വേറൊരു പരീക്ഷണം കൂടി ഉച്ചയ്ക്ക് ഫുഡിൻ്റെ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതെന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യണ ഒരു ടൈപ്പ് തന്നെയാണ്. ഈ നമ്മളുടെ പ്രോൺസ് ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ ഈ കുറേ എണ്ണത്തിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സ്റ്റിക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഇതൊക്കെ ഇങ്ങനെ കോലൊക്കെ പൊട്ടിച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോ അട്രാക്റ്റീവായിട്ട് ഓരോന്ന് ചെയ്യുമ്പോഴല്ലേ കുട്ടികൾക്ക് ഒന്നും കൂടി കഴിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ പ്രോൺസ് മസാല ഒക്കെ പരട്ടി വെച്ചതായിരുന്നു. അത് ഇങ്ങനെ ഒരു സ്റ്റിക്കിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങനെ വല്ലാണ്ട് ചുരുങ്ങാണ്ട് ഇങ്ങനെ നീളത്തിൽ തന്നെ പ്രോൺസ് നിൽക്കും എന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോയിൽ കണ്ടിരിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്ത് നോക്കണത്. ഇതെന്ത് സാധനം അപ്പം അമ്മ കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ട് ഉണ്ണി ഓടി വന്നിട്ട് അത് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവന് ഇഷ്ടമായി. ഭക്ഷണം കഴിക്കാനായിട്ട് എന്തൊക്കെ ഓരോന്ന് കണ്ടുപിടിക്കണം. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ ചോറുണ്ടായിരുന്നതിന് ശേഷം. പിന്നെ അതിന് ശേഷം വീണ്ടും വൈകുന്നേരം ആയപ്പോൾ വീണ്ടും ഒരു പുതിയൊരു റെസിപ്പിയും കൂടി ചെയ്തു. മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മല്ലിപ്പൊടി ഇത്ര മാത്രം മതി. കുറച്ച് പനീറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ.
ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നത്. നോർമൽ പാനിൽ വെച്ചിട്ട് എണ്ണ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ വേഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലാകുമ്പോൾ എണ്ണയുടെ ഒന്നും അത്രയ്ക്ക് ആവശ്യമില്ലല്ലോ. അതാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒന്ന് വേഗം എയർ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിലാകുമ്പോൾ ഓയിലൊക്കെ കുറച്ചാണ് യൂസ് ആവുള്ളൂ. അപ്പോൾ ഞാൻ ഒരു 2 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആദ്യം ചീസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉള്ളി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ പനീർ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. പനീറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി സോസ് മയോണീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലൊന്നും സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്ര സാധനം വയ്ക്കുള്ളൂ. ഇനി മുകളിലൊരു ബ്രെഡും കൂടി വെച്ചിട്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ 2 സെറ്റും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ബ്രെഡ് വെച്ചിട്ട് അടച്ച് വയ്ക്കാം കേട്ടോ. എല്ലാത്തിൻ്റെയും മുകളിൽ ബ്രെഡ് വെച്ചിട്ട് അടയ്ക്കാണ്. എന്നിട്ട് ബ്രെഡ് ഒന്ന് വെറുതെ ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ടൊന്ന് നടു മുറിച്ച് കൊടുത്തിട്ട് ഒരു ബ്രെഡ് സാൻഡ്വിച്ച് പോലെയൊക്കെ ഒന്ന് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിക്കൊക്കെ കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സും പിന്നെ ടോസ്റ്റ് ചെയ്തപ്പോൾ ഒക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ടോസ്റ്ററിൽ ചെയ്തുകൊണ്ട് നല്ല ക്രിസ്പി ഉണ്ട്. ചീസും എല്ലാത്തിൻ്റെയും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പനീറിൻ്റെയൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങളെ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. കൂടുതൽ കുട്ടികൾക്കായിട്ടുള്ള ഈസി റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നന്നായി